ഹായ് ഓൾ, നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് സെഗ്മെന്റ് ഉള്ള ഫ്രിഡ്ജുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിലൊന്ന് DC, അതായത് സിംഗിൾ ഡോർ സെഗ്മെന്റ് ആണ് ആ മോഡല്. പിന്നെ വരുന്നത് സെക്കൻഡ്, ആ ക്രോസ് ഫ്രീ സെഗ്മെന്റ് ആണ് പിന്നെ രണ്ടാമത് വരുന്നത്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഒറ്റ ഡോറേ ഉണ്ടാവത്തുള്ളൂ. അതിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും അതിന്റെ ഫ്രീസർ കമ്പാർട്ട്മെന്റ് വരുന്നത്. പിന്നെ ഡബിൾ ഡോർ ആകുമ്പോൾ രണ്ട് ഡോർ ഉണ്ടായിരിക്കും. പിന്നെ ഫ്രീസർ സെഗ്മെന്റ്, അതായത് ഫ്രിഡ്ജിന്റെ പോർഷനും ഫ്രീസറിന്റെ പോർഷനും സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇതാണ് ഫ്രീസറിന്റെ പോർഷൻ വരുന്നത്. പിന്നെ ഇതിൽ ട്രേ, നമുക്ക് പാത്രങ്ങളോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ട്രേ ഉണ്ടാവും. പിന്നെ വെജിറ്റബിൾ ട്രേ, ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ടാവും. പിന്നെ നമുക്ക് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെഗ്മെന്റും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് മാനുവൽ ഡീഫ്രോസ്റ്റിംഗ് ആണ് വരിക. അതായത് നമുക്കിപ്പോൾ ഐസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും ഇതിൽ. ഫ്രീസറിന്റെ കൂളിംഗ് കോയിൽസിൽ ഐസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ ഐസ് ഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് പോയാൽ തന്നെ ഒരു 3-4 മണിക്കൂറോളം ഇതിൽ തണുപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗുണങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫ്രീസറിന്റെ ഉള്ളിൽ ഐസ് ഫോർമേഷൻ വരും. ഈ ഐസ് ഫോർമേഷൻ വരുന്ന സമയത്ത് ഇതിനുള്ള സ്പേസ് നമുക്ക് നഷ്ടമാവും. പിന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുന്നതാണ് മാനുവൽ ഡീഫ്രോസ്റ്റിംഗ്. അത് നമുക്ക് ഐസ് ഫോർമേഷൻ വന്നതിന് ശേഷം നമ്മൾ മാനുവലായിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഐസ് മെൽറ്റ് ആക്കണം. അത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളുടെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഡബിൾ ഡോർ അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ഫ്രീ സെഗ്മെന്റിലുള്ള ഫ്രിഡ്ജുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്, ഫ്രോസ്റ്റ് ഫ്രീ സെഗ്മെന്റ്. ഇത് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഒരു പോർഷൻ ഫ്രീസർ ആയിരിക്കും. അതായത് ഫ്രോസ്റ്റ് ഫുഡ് വെക്കാനുള്ള ഐറ്റംസ് വെക്കാനുള്ള മാത്രം പോർഷൻ ആയിരിക്കും ഇത്. പിന്നെ ഇത് റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ്. ഇത് കണ്ടോ, ഇതിൽ നമുക്കിപ്പോൾ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രോസൺ ഫുഡുകൾ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു 1 മന്ത് വരെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. അതാണ് ഇതിന്റെ ഒപ്റ്റിമം കൂളിംഗ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിലെ എല്ലാ പോർഷനിലും വരിക, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് താഴത്തെ പോർഷൻ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ്. ഇതിലെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫുഡ്, പാകം ചെയ്ത ഫുഡുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഈ പോർഷനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ബോട്ടിൽസിന് വേറൊരു ട്രേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓട്ടോ ഡീഫ്രോസ്റ്റ് ആണ് ഈ ടൈപ്പ് ഫ്രോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജുകൾക്ക് വരുന്നത്. താഴെ ഫ്രീസറുള്ള BMR എന്ന് പറഞ്ഞ സെഗ്മെന്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആ മോഡൽ വരുന്നത്. ഇത് പ്രീമിയം ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഡോർ ഫിനിഷിംഗ് ഒക്കെ കൂടി ഉള്ള ഒരു മോഡലാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ താഴെയാണ് ഇതിന്റെ ഫ്രീസർ വരുന്നത്. ഇതിന്റെ ഫ്രീസർ താഴെ വന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 90% ബെൻഡിങ് ഒഴിവാക്കാം. കേരളത്തിലെ ഒരു അവസ്ഥയൊക്കെ അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. അപ്പൊ ഈ ഒരു പോർഷനിലാണ് നമ്മൾ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, നമ്മുടെ അതുപോലെ പാത്രങ്ങള്, ബോട്ടിൽസ് എല്ലാം നമ്മൾ ഇതിലാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഭാഗമാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആക്സസിബിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് വിസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിൽ വരുന്നുണ്ട്. കൺവേർട്ടബിൾ ടൈപ്പ് വരുന്നുണ്ട്. ഈ കൺവേർട്ടബിൾ ടൈപ്പിൽ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു പോർഷൻ, നമുക്ക് ഫ്രിഡ്ജ് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, താഴത്തെ പോർഷൻ ഓഫ് ചെയ്യാം, 2 ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 8 രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു 14 രീതിയിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫ്രിഡ്ജുകൾ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ ഇത് നമ്മുടെ ഒരു 630 ലിറ്ററോളം കപ്പാസിറ്റി വരുന്ന ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഡബിൾ ഡോർ ആണ്, ഫ്രോസ്റ്റ് ഫ്രിഡ്ജ് ആണ്. ഈ ഡബിൾ ഡോർ അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജിൽ തന്നെ നമുക്കൊരു 3 ഡോറുള്ള ടൈപ്പ് വരുന്നുണ്ട്, 4 ഡോറുള്ള ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രീമിയം റേഞ്ച് ആണ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ്. അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ 1 സൈഡ് ഫ്രീസറും 1 സൈഡ് ഫ്രിഡ്ജും ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ വരുന്നത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ 1 സൈഡ് ഫ്രീസറും 1 സൈഡ് ഫ്രിഡ്ജും ആയിരിക്കും. ഇതിന് ഈ പോർഷൻ ആണ് നമുക്ക് ഫ്രീസറിന്റെ പോർഷൻ വരുന്നത്. ഈ പോർഷൻ വന്നിട്ട് ഫ്രിഡ്ജിന്റെ പോർഷൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. കാരണം ഇത് ഒരുപാട് സ്പേഷ്യസ് ആണ്. നമുക്ക് പ്രീമിയം റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ മോഡൽ ആയിരിക്കും. നമ്മുടെ അടുത്ത സെഗ്മെന്റ് വരുന്നത് 4 ഡോർ, അതായത് 4 ഡോർ സെഗ്മെന്റ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ ഫ്രീസർ കമ്പാർട്ട്മെന്റ് ഇതില് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെയാണ്. മുകളിൽ ഇതിന്റെ ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്.